Hello guys, welcome to our Paris vlog. അപ്പോൾ നമ്മളിന്ന് പാരീസിലാണ്. കുട്ടിക്കാലം തൊട്ടേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഐഫിൽ ടവർ കാണണം, പിന്നെ അതിന്റെ അടിയിൽ നിന്ന് ഫോട്ടോ എടുക്കണം എന്നൊക്കെയുള്ള. അപ്പൊ നമ്മുടെ ഷെങ്കൻ വിസ തീരാൻ ഇനി വെറും 15 ദിവസം ബാക്കി നിൽക്കെ നമ്മള് പാരീസിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്നപ്പോ നമ്മൾ ഐഫിൽ ടവർ കാണും. നാളെ നമ്മള് നമ്മുടെ കുട്ടിക്കാലമൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള മിക്കി മൗസ്, ഡൊണാൾഡ് ഡക്ക്, അവരുടെ ഒക്കെ മറ്റേ സംഭവം ഡിസ്നി വേൾഡിൽ പോവാണ്. അപ്പം മാക്സിമം 2 ദിവസമേ നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇന്ന് നമ്മൾ തുടങ്ങിയിട്ട് നമ്മൾ നേരെ ഐഫിൽ കാണാൻ പോവാണ്. അപ്പം ബാക്കി ഇനി അവിടെ വെച്ച് കാണാം. നമ്മളിപ്പോൾ ഐബിസിലായിരുന്നു റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നു. രാവിലെ ഒരു 7 to 10 ആണ് ഇവർ ബ്രേക്ക്ഫാസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു 9 മണിയൊക്കെ കഴിഞ്ഞു എത്തിയപ്പോൾ തന്നെ റെഡി ആയിട്ട്. അപ്പോൾ നമ്മൾ ചെന്നപ്പോഴത്തേക്ക് കുറച്ച് ഫുഡൊക്കെ തീരാനായിരുന്നു. എന്നാലും അത്യാവശ്യം കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ മിക്കുള്ളിടത്തും ഇതേപോലെ ഓറഞ്ച് ജ്യൂസ് എടുക്കാൻ മെഷീൻ കാണും. നമ്മൾ ഫ്രഷായിട്ട് ഓറഞ്ച് ഇട്ട് എടുക്കുക. പിന്നെ അതേപോലെ നമുക്ക് മുട്ട പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു മെഷീനിൽ നമ്മൾ ഇതിൽ മുട്ട വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ മുട്ട ഇതേപോലെ വെള്ളത്തിൽ കിടന്ന് തിളച്ച് പുഴുങ്ങി കിട്ടും. അപ്പോൾ നമ്മൾ ഈ ബ്രെഡും കേക്കും ജ്യൂസും പിന്നെ മുട്ടയും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഫ്രൂട്ട്സൊക്കെ ആയിട്ടാണ് ഫുഡ് കഴിച്ചത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടുന്ന് ഒരു 10 മിനിറ്റ്സ് നടക്കാനേ ഉള്ളൂ മെട്രോ സ്റ്റേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അവിടുന്ന് തന്നെ മെഷീനിൽ നിന്ന് ടിക്കറ്റ് എടുക്കാം, അല്ലെങ്കിൽ ഫോണിൽ തന്നെ ടിക്കറ്റ് എടുക്കാം. 2 യൂറോ ഒക്കെ ഉള്ളൂ ടിക്കറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് കയറിയിട്ട് നമ്മൾ ഐഫിൽ ടവറിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. കുറച്ച് തിരക്കൊക്കെ കൂടുന്നതിന് മുന്നേ വരാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം ഇവിടേക്ക് തന്നെയാണ് വന്നത്. ഒരു 11 മണിക്ക് മുന്നേയൊക്കെ തന്നെ നമ്മൾ എത്തിയായിരുന്നു. അതുകൊണ്ട് വലിയ തിരക്കുണ്ടായിരുന്നില്ല. നമ്മൾ ശരിക്കും ഈ വീഡിയോയിൽ കാണുമ്പോൾ ഇതിൻ്റെ ഭംഗിയും വലിപ്പമൊന്നും നേരിട്ട് കാണുന്നത് പോലെ അറിയാൻ പറ്റില്ല കേട്ടോ. അത് ഏത് സ്ഥലമാണെങ്കിലും അതങ്ങനെയാണ്. നിങ്ങൾക്ക് കാണാം ഇതിനകത്തൂടെ ആളുകളൊക്കെ ഇങ്ങനെ നടക്കുന്നത്. നമുക്ക് ഐഫിൽ ടവറിനകത്ത് കയറാനുള്ള ടിക്കറ്റ് എടുക്കാമായിരുന്നു. പക്ഷേ ഞങ്ങൾ അപ്പോഴത്തെ ചില സാഹചര്യങ്ങൾ കാരണമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് കണ്ടോ, നേരെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഷോപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. മിക്കവരും ഫോട്ടോ ഒക്കെ എടുക്കുന്ന തിരക്കിലാണ്. രാത്രിയൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ. നമ്മളും അങ്ങനെ അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു. കുറച്ച് നേരം അവിടെ നിന്ന് കണ്ടിട്ട് പിന്നെ രാത്രിയിൽ വരാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് തിരിച്ചു. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ നേരമായപ്പോഴത്തേക്ക് ഐഫിൽ ടവറിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ളൊരു സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ കയറി. അപ്പോൾ നമ്മൾ കുറച്ച് ക്യൂ ഒക്കെ നിന്നിട്ടാണ് ഫുഡ് കിട്ടിയത്. നമ്മളിവിടെയുള്ള മിക്ക റെസ്റ്റോറൻറ്റ്സിലും നേരത്തെ തന്നെ പ്രീ ബുക്ക് ചെയ്യണമായിരുന്നു. അപ്പോൾ നമ്മൾ പ്രീ ബുക്ക് ചെയ്യാത്തത് കൊണ്ട് മിക്ക സ്ഥലത്തും സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ വന്ന് നമുക്ക് അത്യാവശ്യം വയറ് നിറഞ്ഞ് നല്ല ഫുഡൊക്കെ കിട്ടി. ഇവിടുന്ന് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ലോവർ മ്യൂസിയം ആയിരുന്നു. അപ്പോൾ ഈ ലോവർ മ്യൂസിയത്തിലാണ് മൊണാലിസയുടെ ഒറിജിനൽ പെയിൻറ്റിംഗ് ഒക്കെ സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കാണാനൊക്കെ ആയിട്ടാണ് നമ്മൾ അവിടെ പോകുന്നത്. അപ്പോൾ നമുക്ക് ഐഫിൽ ടവറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ബസ് കിട്ടും. പിന്നെ ഇവിടെ ഇതേപോലത്തെ ചെറിയ റിക്ഷയൊക്കെ കാണാൻ കേട്ടോ. അതിൽ കയറി ട്രാവൽ ചെയ്യുന്നവരുമുണ്ട്. നമ്മളങ്ങനെ ഒരു ബസ് എടുത്തിട്ടാണ് ഇവിടുന്ന് പോയത്.
പിന്നെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പാരീസ് എന്ന് പറഞ്ഞാൽ അത്ര ഹൈപ്പ് കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നൊക്കെ. പക്ഷേ എനിക്ക് തോന്നിയത് ആ ഹൈപ്പിനുള്ളതുണ്ടെന്നാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു പ്രത്യേക വൈബും, നമ്മൾ ഈ റൊമാൻറ്റിക് സിറ്റി എന്നൊക്കെ പറയത്തില്ല, അതേപോലെ ഒരു സിറ്റി തന്നെയാണ് പാരീസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ സമ്മറിൽ തന്നെ വിസിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയും. വിൻ്ററിൽ പോയാൽ എത്രത്തോളം ഒരു ഭംഗി കാണുമെന്ന് എനിക്കറിയില്ല. പക്ഷേ സമ്മറിൽ ഭയങ്കര ഫുൾ ഓണായിട്ടുള്ള ഭയങ്കര എനിക്കിഷ്ടപ്പെട്ട ഒരു സിറ്റിയാണ് പാരീസ്. മ്യൂസിയത്തിലെത്തി. ഒരു ഭയങ്കര വലിയ മ്യൂസിയമാണ് കേട്ടോ. നമ്മളിങ്ങനെ ക്യൂ നിന്നിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട്. ടിക്കറ്റ് നിങ്ങൾക്ക് നേരത്തെ ബുക്ക് ചെയ്യാം ഫോൺ വഴി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ പോകുന്നത് മൊണാലിസയുടെ പെയിൻറ്റിങ് കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മെയിനായിട്ട് അത് കാണാൻ വേണ്ടിയിട്ടാണ് ലോവർ മ്യൂസിയത്തിൽ തന്നെ വന്നത്. പിന്നെ ഇവിടെ ഒരുപാട് പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. പെയിൻറ്റിങ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും നടന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പെയിൻറ്റിങ്സ് ഉണ്ട്. നമ്മൾ പലതും നമുക്ക് പരിചയമുള്ള പെയിൻറ്റിങ്സ് ഒക്കെ തന്നെയാണ്. അപ്പം നമ്മളത് ഈ കാണുന്ന തിരക്ക് ഫുള്ള് മൊണാലിസയുടെ പെയിൻറ്റിങ് കാണാൻ വേണ്ടിയിട്ടാണ്. ബാക്കി പെയിൻറ്റിങ്സ് പോലെയൊന്നുമല്ല. ഇത് മാത്രം അവർ സെപ്പറേറ്റായിട്ട് ഭയങ്കര സെക്യൂരിറ്റി ഒക്കെ കൊടുത്തിട്ടാണ് അവർ കീപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ആളുകളെല്ലാം ഇത് കാണാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ എങ്ങനെയൊക്കെയോ ഉന്തിയും തള്ളി ഫ്രണ്ടിൽ കയറി നിന്നിട്ട് ആ ഫോട്ടോ കണ്ടു. പിന്നെ ഇത് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴത്തേന് ഈ രാജാക്കന്മാരുടെ ഇപ്പോൾ നെപ്പോളിയൻ്റെയും ലൂയിസിൻ്റെയും അങ്ങനെ എല്ലാവരുടെയും കിരീടവും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടു. അതിനകത്ത് കുറേ നേരമൊക്കെ നടന്നതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഈ മ്യൂസിയത്തിനകത്ത് തന്നെ ഒരു ചെറിയ ഷോപ്പിംഗ് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ മാക്രോൺസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മൾ ശരിക്കും ഇവിടെ വന്നിട്ട് ഇതുവരെ മാക്രോൺസ് കഴിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം. അപ്പോൾ ഇവിടെ ഐസ്ക്രീമൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഒരു മാക്രോണും ഐസ്ക്രീമും ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കയറിയാണ്. അപ്പോൾ പല ഫ്ലേവറുണ്ട് കേട്ടോ. റോസിൻ്റെ ഫ്ലേവറുണ്ട്, പിന്നെ ലെമൺ, സ്ട്രോബെറി, ചോക്ലേറ്റ്, കോഫി, അങ്ങനെ കുറേ ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു. നമ്മളപ്പോൾ അവിടുന്ന് റോസും കോഫിയും ചോക്ലേറ്റും അതൊക്കെ എടുത്തു. റോസിൻ്റെ ഐസ്ക്രീമാണ് നമ്മൾ വാങ്ങിച്ചതും. അതും ഒരു കിടിലം ടേസ്റ്റായിരുന്നു. നമ്മൾ റോസിൻ്റെ അങ്ങനെ ഫ്ലേവർ ഉള്ളതൊന്നും കഴിച്ചിട്ടില്ലല്ലോ. മാക്രോൺസും നല്ല ടേസ്റ്റായിരുന്നു. നമ്മളപ്പോൾ ഈ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെയും ഐഫിൽ ടവറിൻ്റെ ഫ്രണ്ടിലേക്കാണ് പോകുന്നത്. നമ്മളപ്പോൾ ഐഫിൽ ടവറിൻ്റെ അടുത്ത് നിന്ന് തന്നെ ഒരു ക്രൂയിസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു നേരെ ഇരുട്ടി വരുന്ന സമയം നോക്കിയിട്ട് ഒരു 7:30 ആയപ്പോഴത്തേനാണ് ഈ ക്രൂയിസിൽ കയറാൻ പോകുന്നത്. നമ്മൾ ആ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ദിവസം എപ്പോൾ വേണമെങ്കിലും നമുക്ക് കയറാം. പക്ഷേ അധികം ആളുകളും പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു സമയമാണ്. കാരണം ഈ യാത്രയുടെ ഭംഗി ഈ നേരത്താണ്, ഒരു സൺസെറ്റായിട്ട് പിന്നെ ഇരുട്ടി വരുന്ന സമയത്ത് കാണാനാണ് ഭംഗി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും പാരീസിൽ എപ്പോഴെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ ഈ ക്രൂയിസ് ജേർണി ഒരിക്കലും മിസ് ചെയ്യരുത്. ഈ വെഡ്ഡിങ് പാർട്ടീസും കാര്യങ്ങളൊക്കെ ഇതേപോലെ ബോട്ടിലാണ് നടക്കുന്നത് ഇവിടെ. പിന്നെ ഒരു സമ്മർ ആയതുകൊണ്ടാണ് എല്ലാ ആളുകളും പുറത്ത് ഫുൾ വൈബിലാണ്. റിവറിൻ്റെ സൈഡിലൊക്കെ ഇരിക്കുന്നത് നമുക്ക് കാണാം. പിന്നെ പല സ്ഥലങ്ങളിലും ഡാൻസും പാട്ടും അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ ഇവിടുത്തെ ലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് കാണാനുള്ളൊരു കാഴ്ച തന്നെയാണ്. ഇരുട്ടി വരുമ്പോഴത്തേക്ക് ഒരു 1 hour നമ്മൾ ഈ യാത്ര ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. അങ്ങനെ നമ്മൾ രാത്രിയിൽ ലൈറ്റ്സൊക്കെ ഓണായിട്ടുള്ള ഐഫിൽ ടവറിൻ്റെ ഫ്രണ്ടിലെത്തി. ഇവിടെ ഒരു എല്ലാ മണിക്കൂറിലും ആദ്യത്തെ 5 മിനിറ്റ് ഐഫിൽ ടവർ ഇങ്ങനെ സ്പാർക്കിൾ ചെയ്യും. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ വന്നിരിക്കും. പക്ഷേ എനിക്ക് ഇതിൻ്റെ ഭംഗി കൂടുതലും ദൂരെ നിന്ന് നോക്കുമ്പോഴത്തേനാണ് സ്പാർക്കിൾ ചെയ്യുന്നതിന് കൂടുതൽ ഭംഗിയുള്ളതായിട്ട് തോന്നിയത്. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടുന്ന് വീണ്ടും തിരിച്ചു നമ്മുടെ റൂമിലേക്ക് അപ്പോൾ പോവാണ് ബസ് കയറിയിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. നമ്മൾ ഐഫിൽ ടവർ കണ്ടു,
മ്യൂസിയം പോയി, പിന്നെ ബോട്ട് ട്രിപ്പിന് പോയി. എങ്ങനെ ഉണ്ടായിരുന്നു ആനന്ദേ? നല്ല രസമുണ്ടായിരുന്നു. മടുത്തു. പക്ഷെ രാവിലെ ഇറങ്ങിയതാണ്, ഇപ്പൊ സമയം 12 മണിയായി. കുറച്ച് ടയേർഡായി, പക്ഷെ അടിപൊളി സിറ്റി. ഫുൾ ലൈറ്റും ഫുള്ള് ആളുകളെല്ലാം. ഏറ്റവും കിള്ളം പറ്റിയ റൈഡായിരുന്നു, ബോട്ട് റൈഡ്. അത് തന്നെ, രക്ഷയില്ല, ലൈറ്റൊക്കെ ആയിട്ട്. അത് കാരണം നമ്മൾ നടന്നിപ്പോ കണ്ടു കഴിഞ്ഞാലും ആ ലൈറ്റ്സും ഫുൾ ആ സ്ട്രീറ്റും ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ആ ബോട്ട് ട്രിപ്പിൽ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഫുള്ള് ആ ലൈറ്റ്സും പാരീസിന്റെ ഭംഗിയൊക്കെ കിടിലമായിട്ട് കാണാൻ പറ്റും. അപ്പം എപ്പോഴെങ്കിലും പാരീസിലൊക്കെ വരുന്നവർ ആ ഊബർ ബോട്ട് ട്രിപ്പ് മിസ് ചെയ്യരുത്. ഗൂഗിളിൽ കയറിയാൽ നമുക്ക് ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ച് റൂമിൽ പോവാം. ഇനി നാളെ കാണാം. അങ്ങനെ നമ്മൾ രാവിലെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മുടെ അടുത്ത സ്ഥലത്തേക്ക്, ഡിസ്നി ലാൻഡ്, നമ്മൾ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് പോകുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അവിടേക്ക് പോവാണ്. കുഞ്ഞനാൾ തൊട്ട് നമ്മൾ മിക്കി മൗസ്, ഡൊണാൾഡ് ഒക്കെ അതൊക്കെ കേട്ട് വളർന്ന ടീംസാണ്. അപ്പോൾ നമുക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു, ഓക്കെ അവരൊക്കെ ഉള്ള താവളത്തിൽ പോകണം എന്ന്. അങ്ങനെ നമ്മൾ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നത് ശനി? ഡിസ്നി വേൾഡ്. യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ പാരീസിൽ തന്നെ ഉള്ള ഡിസ്നി വേൾഡിലാണ് പോകുന്നത്. ആ ഡിസ്നി വേൾഡ് ലോകത്തിലെ 2 ഇടത്താണ് ഉള്ളതല്ലേ? പാരീസിലും ടോക്കിയോയിലുണ്ട്, വേറെ എവിടെയോ ഉണ്ടെന്ന് തോന്നുന്നു, 2-3 സ്ഥലത്തുണ്ട്. ആ, ടോക്കിയോയിലും ഉണ്ട്, പാരീസും ഉണ്ട്, പിന്നെ വേറെ എവിടെ ഉണ്ടോ എന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ ഗൈസ്. ഓക്കെ, അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അങ്ങോട്ട് പോവാണ്. അത് നല്ല ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ ബസ് കയറാൻ പോവാണ് അങ്ങോട്ടേക്ക്. ഇന്ന് ഫുൾ ഡേ അവിടെ സ്പെൻഡ് ചെയ്യാനാണ്. കാരണം അവിടെ മിനിമം 2 ദിവസം വേണം സ്പെൻഡ് ചെയ്യാൻ. പക്ഷെ നമ്മൾ ഒരു ദിവസത്തിൽ തന്നെ സ്റ്റുഡിയോയിലും കയറും, വാൾട്ട് ഡിസ്നി സ്റ്റുഡിയോയും പിന്നെ മറ്റേ ആ തീം പാർക്കും, അത് 2 കവർ ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം ഗൈസ്. അങ്ങനെ നമ്മളൊരു ട്രാം കയറിയിട്ടാണ് അടുത്ത റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നത്. അപ്പോൾ ഇങ്ങനെ ഡബിൾ ഡെക്കർ ട്രെയിനാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഞാൻ UK വന്നിട്ട് ആദ്യമായിട്ടാണ് ഡബിൾ ഡെക്കർ ട്രെയിൻ കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ ട്രെയിനിലാണ് പോകുന്നത്. ഒരു 1 അവർ ജേർണി ഉണ്ട്. അങ്ങനെ നമ്മളൊരു 1 മണിക്കൂർ ഇരുന്ന് നമ്മൾ ഡിസ്നി ലാൻഡ് സ്റ്റേഷനിലെത്തി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടെ സ്കൂളുകളിൽ സമ്മർ വെക്കേഷനും കൂടി ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. അപ്പോൾ പക്ഷേ കയറാൻ വേണ്ടിയിട്ട് വലിയ ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ സിമ്പിളായിട്ട് കയറി. ആക്ച്വലി ഈ സ്ഥലത്തിൻ്റെ ഫീൽ എന്ന് പറയുന്നത് ഇവിടേക്ക് കയറി വരുമ്പോഴുള്ള ഒരു മ്യൂസിക്കുണ്ട്. ഈ ഡിസ്നി ലാൻഡിൻ്റെ ഒരു മ്യൂസിക്കും മിക്കി മൗസിൻ്റെ മ്യൂസിക്കും അങ്ങനെയൊക്കെ. അത് കേൾക്കുമ്പോഴാണ് നമുക്ക് ഈ സ്ഥലത്തിൻ്റെ ആ ഒരു ഭംഗി കുറച്ചും കൂടി ആ ഒരു മ്യൂസിക്ക് കൂടി നമുക്ക് അറിയാനായിട്ട് പറ്റും. എനിക്ക് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് വീഡിയോയിൽ ഒറിജിനൽ മ്യൂസിക്സ് ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ പരേഡും കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴത്തേക്ക് ഇടുന്ന ഒരു സോങ് നമ്മൾ ശരിക്കും ജീവിതത്തിൽ ആ സോങ് മറക്കില്ല. കാരണം ആ ഒരു കാഴ്ചയ്ക്ക് ഭംഗി നൽകുന്നത് ഈ പാട്ടാണെന്ന് എനിക്ക് ഇവിടെ വന്നപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ ഫസ്റ്റ് ഈ ഒരു റൈഡിൽ കയറാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഞാനിതിൻ്റെ പേര് മറന്നുപോയി. പിള്ളേർക്കൊക്കെ പറ്റിയൊരു ചെറിയ റൈഡാണ്. നമ്മൾ ബാലരമയൊക്കെ ഉണ്ടല്ലോ വീഗാലാൻഡിൽ, അതേപോലത്തെ ഒരു റൈഡാണ്. നമ്മളപ്പോൾ ക്യൂവിൽ നിന്നിട്ട് ഫസ്റ്റ് അതിലാണ് കയറിയത്.
ഒരു ചെറിയൊരു 5 മിനിറ്റിൻ്റെ റൈഡായിരുന്നേ. അപ്പോൾ അത് കൊള്ളായിരുന്നു, നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. പക്ഷേ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സിലൊന്നും ഭയങ്കരമായിട്ടുള്ള ഫുഡിൻ്റെ ഓപ്ഷനൊന്നും ഇല്ല. സാൻഡ്വിച്ചും സാലഡ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ഇതിനകവും കാണാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ്. ഡിസ്നിലാൻഡിൻ്റെ ഒരു ടച്ചൊക്കെ കൊടുത്തിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമ്മളിവിടുന്ന് ചെറിയൊരു സാൻഡ്വിച്ചും പിന്നെ ജ്യൂസും മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. സാലഡൊക്കെ തീർന്നു പോയായിരുന്നു. അങ്ങനെ ഫ്രൈസും സാൻഡ്വിച്ചും ഒക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ നമ്മൾ മിക്കി മൗസിനെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഭാഗ്യമില്ലായ്മ കാരണം അവിടെ സീറ്റ് ഫുള്ളായിരുന്നു. നേരത്തെ റിസർവ് ചെയ്യണമായിരുന്നു. തിരക്ക് കാരണം നമുക്ക് അകത്ത് കയറാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ അവിടുന്ന് അഡ്വഞ്ചർ ലാൻഡിലേക്ക് പോയി. അപ്പോൾ അവിടെ നമ്മൾ ചെന്നപ്പോൾ തന്നെ അവിടെ ഒരു ഷോ നടക്കാൻ പോകുന്നുണ്ടായിരുന്നു. ഡിസ്നിലാൻഡിൽ ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് പല ടൈമിൽ നമ്മൾ ഇവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. പല ഷോസ് നടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് ഈ ഒരു ഷോ ആയിരുന്നു. ഞാൻ ഈ ക്യാരക്ടേഴ്സിൻ്റെ പേരും മറന്നുപോയേ. ഞാൻ അധികം കണ്ടിട്ടില്ലാത്തൊരു ക്യാരക്ടറാണിത്. പക്ഷേ ഇതൊരു അടിപൊളി ഷോ ആയിരുന്നു. അവരുടെ ഡാൻസും പാട്ടും ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. പാട്ട് എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റില്ല, ഞാൻ പറഞ്ഞ പോലെ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ കാരണം. പക്ഷേ ഒരു അടിപൊളി ഷോ ആയിരുന്നു ഇതും. അടുത്ത് നമ്മൾ വേറൊരു റൈഡിൽ കയറി. അപ്പോൾ ഈ റൈഡായിരുന്നു. പക്ഷേ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ കണ്ണ് തുറന്നിട്ടില്ല കയറിയതിന് ശേഷം. എനിക്കിങ്ങനത്തെ റൈഡ്സ് ഭയങ്കര പേടിയാണ്. അപ്പോൾ അതിൽ നമ്മൾ കയറി. പിന്നെ നമ്മൾ ഓടി വന്നത് ഈ മിന്നിയുടെ ഷോ കാണാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു 2-3 തവണ ഒരു ദിവസം നടക്കുന്നുണ്ട്. ഇതും ഒരു അടിപൊളി ഷോയാണ്. അപ്പോൾ നമ്മൾ ഡിസ്നി പാർക്കിൽ കുറേ നേരം മനസ്സ് നിറയെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ വോൾട്ട് ഡിസ്നി സ്റ്റുഡിയോയിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ വോൾട്ട് ഡിസ്നി സ്റ്റുഡിയോ ഉണ്ട്, ഡിസ്നിലാൻഡ് പാർക്കും ഉണ്ട്. രണ്ടിലും 2 കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ആണുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഒരു 1 hour 2 hour സ്റ്റുഡിയോയിൽ വോൾട്ട് ഡിസ്നി സ്റ്റുഡിയോയിൽ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഫസ്റ്റ് ഇവിടെ ഒരു ഷോപ്പിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഷോപ്പിൽ കയറിയിട്ട് നമ്മൾ പാരീസിൻ്റെ ഒരു സൊവനീറും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറി. അല്ലാണ്ട് നമ്മൾ വലിയ ഷോപ്പിങ്ങും കാര്യങ്ങളും ഒന്നും ഇവിടെ നിന്ന് നടത്തിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളങ്ങനെ ഇവിടെ നിന്ന് ഒരു സൊവീനീറൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ പാർക്കിൽ ബാക്കി കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഈ വോൾട്ട് ഡിസ്നി സ്റ്റുഡിയോയിൽ ഒരുപാട് തിയേറ്റർ ഷോസ് ഒക്കെ നടക്കുന്നുണ്ട്. നമുക്ക് സ്നോ വൈറ്റിൻ്റെ ഷോ കാണണം എന്നുണ്ടായിരുന്നു, പക്ഷേ കറക്റ്റ് ടൈമിൽ കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ ടുഗദർ എന്ന് പറയുന്ന കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെ ഷോ കാണാനാണ് കയറിയത്. ഇത് നിങ്ങൾ ഒരിക്കലും ഇവിടെ വന്നാൽ മിസ് ചെയ്യരുത്. എനിക്ക് രോമാഞ്ചമൊക്കെ വന്നിട്ടുണ്ടായിരുന്ന ഒരു അനുഭവമായിരുന്നു. കാരണം അടിപൊളിയായിരുന്നു ആ കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെ പെർഫോമൻസും പിന്നെന്താണ് ആ മഴയും അതുമൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ അവിടെ ഇരുന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഒരു അടിപൊളി ഷോ ആയിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ കുറച്ച് കാഴ്ചകളൊക്കെ അവിടെ റൈഡ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ വോൾട്ട് ഡിസ്നി സ്റ്റുഡിയോയിൽ നിന്ന് തിരിച്ചു പോരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും ഡിസ്നി പാർക്കിലെത്തി. അപ്പം മിന്നിയുടെ അടുത്ത ഷോ കഴിഞ്ഞിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ ഇതുവഴിയാണ് കേട്ടോ ഇവർ ഷോയ്ക്ക് വേണ്ടി വരുന്നത്. എന്നിട്ട് തിരിച്ച് ഇതുവഴി തന്നെ പോകും. എന്നിട്ട് ഡോർ അടഞ്ഞിട്ട് ബൈ ഒക്കെ പറഞ്ഞിട്ട് പോകുന്ന കാണാൻ തന്നെ ആളുകളിങ്ങനെ വന്ന് കൂടി നിൽക്കും.
ഇനി എല്ലാവരും ദേ ഇങ്ങനെ കൂടിയിരിക്കുന്നത് ഇവിടുത്തെ മെയിൻ ഷോ കാണാൻ വേണ്ടിയിട്ടാണ്. വൈകിട്ട് നമുക്കൊരു ഭാഗ്യം ഇല്ലാണ്ട് പോയി. ഇവിടുത്തെ മെയിൻ പരേഡ് എല്ലാ ദിവസവും വൈകിട്ട് ഒരു 5:30-6 മണി ആ ടൈമിലാണ് നടക്കുന്നത്. പക്ഷേ നമ്മൾ പോയ ദിവസം അത് രാവിലെ ആയിരുന്നു, നമ്മൾ ചെല്ലുന്നതിന് മുന്നേ കഴിഞ്ഞു. അതുകൊണ്ട് ഇന്ന് നമുക്ക് വേറൊരു ഷോയാണ് കാണാൻ പറ്റിയത്. പക്ഷേ ഇതും അടിപൊളിയായിരുന്നേ. ഇത് പക്ഷേ ഈ ബ്യൂട്ടി കാസിലിൻ്റെ ഫ്രണ്ടിലാണ് അവർ നിന്നിട്ട് ഡാൻസും കാര്യങ്ങളുമായിട്ട് അവിടെ അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ നമുക്ക് അവിടെ നിന്ന് പോയി കാണാൻ പറ്റിയില്ല, നമ്മൾ കുറച്ച് ഇപ്പുറത്തേക്കാണ് നിന്നത്. പക്ഷേ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവർ ഷോ ഈ റോഡിൽ കൂടി ഇങ്ങനെ വരും. നമുക്ക് ഈ ഷോ നടക്കുമ്പോൾ ഇടയ്ക്കൂടി ഇടിച്ചു കയറിയൊന്നും പോകാനൊന്നും പറ്റില്ലേ. നമുക്ക് കറക്റ്റായിട്ട് സെക്യൂരിറ്റീസ് എല്ലാവരെയും റോഡിൻ്റെ സൈഡിൽ നിന്നൊക്കെ മാറ്റി അവർ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാണ് നിർത്തുന്നത്. അപ്പോൾ അവിടുത്തെ ബ്യൂട്ടി കാസിലിൻ്റെ ഫ്രണ്ടിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഈ റോഡിൽ കൂടി ഈ പരേഡ് ഇങ്ങനെ ഡിസ്നി ക്യാരക്ടേഴ്സ് എല്ലാം നടന്നു വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഷോയുടെ ഒരു ഭംഗി അറിയണം എന്നുണ്ടെങ്കിൽ ഇവർ പ്ലേ ചെയ്യുന്ന ഈ മ്യൂസിക് തന്നെ കേൾക്കണം. വിവാല മ്യൂസിക് എന്ന് പറയുന്ന ഡിസ്നിയുടെ ഒരു മ്യൂസിക്കുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമ്മളെ ലൈഫിൽ ആ ഒരു സോങ്ങും ഈ ഒരു കാഴ്ചയും മറക്കില്ല. അത്രയ്ക്ക് രസമാണ് ആ ഒരു പാട്ടും ഈ ഒരു ഷോയും കൂടി കാണാൻ വേണ്ടിയിട്ട്. ഇനി അതിന് ശേഷം എല്ലാവരുടെയും അടുത്ത വെയിറ്റിംഗ് ടൈമാണ്. ബ്യൂട്ടി കാസിലിൻ്റെ ഫ്രണ്ടിൽ ഒരു 7 മണിയൊക്കെ കഴിയുമ്പോൾ മുതൽ എല്ലാവരും സീറ്റ് പിടിച്ച് തുടങ്ങും. നമുക്ക് 10 മണിക്കാണ് ഇവിടുത്തെ ഫയർ വർക്ക് ഉള്ളത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഒരു 2-3 മണിക്കൂർ മഴയൊക്കെ ഉണ്ടായിട്ടും അത്രയും വെയിറ്റ് ചെയ്ത് എല്ലാവരും നിൽക്കുകയാണ്. ഈ ഷോയിലും കുറേ മ്യൂസിക്കും പിന്നെ കുറേ കാർട്ടൂണിലെ ഡയലോഗ്സും ഒക്കെ ചേർന്നിട്ട് ഒരു 10 മിനിറ്റ് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ ഡിസ്നി ലാൻഡിലെ അവസാനത്തെ ഷോയും കഴിഞ്ഞ് മനസ്സിൽ നല്ല കുറേ ഓർമ്മകളുമായിട്ട് കുറച്ച് വിഷമത്തോടെ നമ്മൾ പോവാണ്. കാരണം നമ്മൾ ഡിസ്നി ലാൻഡിൽ ഒരു ദിവസം സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചു വരാൻ തോന്നില്ല കേട്ടോ. അത്രയ്ക്ക് നല്ല അനുഭവമാണ്. അങ്ങനെ നമ്മുടെ പാരീസ് യാത്ര ഇവിടെ അവസാനിച്ചു. അടുത്ത ദിവസം നമ്മൾ തിരിച്ചു പോകും. അപ്പോൾ ഇനി എപ്പോഴെങ്കിലുമൊക്കെ കുറച്ച് നല്ല യാത്രകളുമായിട്ട് വരാം. അതുവരെ ബൈ ബൈ.